യെസ്, സെക്കൻഡ് എപ്പിസോഡ് ഓഫ് ദ ഡേ. അപ്പോ ലിവർപൂൾ വേഴ്സസ് സ്പേഴ്സ്. ലിവർപൂൾ പ്ലേയേഴ്സ് ഇത്രയെങ്കിലും ഫൈറ്റ് കാണിച്ചിരുന്നെങ്കിൽ നമ്മൾ കളി ജയിച്ചേനെ. മാച്ചിനെ കുറിച്ച്, ലിവർപൂൾ വേഴ്സസ് മാച്ചിനെ കുറിച്ച് പോസിറ്റീവായിട്ട് പറയാൻ റിയോ എംഗമോയുടെ പെർഫോമൻസ് വേണമെങ്കിൽ പറയാം. വേർഡ്സ് വീണ്ടും സോബോസ്ലൈയുടെ ഫ്രീ കിക്ക്, വേർഡ്സ് വീണ്ടും ഓവർ പ്ലേ. അത് പഴയ എത്രയോ ചാൻസ് ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്യാൻ. പുള്ളി അത് ഓവർ കുക്ക് ചെയ്ത് കളഞ്ഞു. ഗാക്പോ അങ്ങനെ കളിച്ചു, ഇങ്ങനെ കളിച്ചു. ആലിസൺ ഹാഡ് സം ഗുഡ് സേവ്സ്. ബാക്കിയൊന്നുമില്ല. We'll go to top 5 battle is still on. We have 1 point lead. Let's see where the season goes. ആകെയുള്ള എന്താ പറയാ പോസിറ്റിവിറ്റി ഈ വീക്കെൻഡ് എന്ന് വെച്ചാൽ ചെൽസി തോറ്റു. അതൊക്കെയാണ് ഇപ്പൊ ലിവർപൂൾ ഫാൻസിന് പോസിറ്റീവ്. ചെൽസി തോറ്റു, വില്ല തോറ്റു. ടോപ്പ് 4 ബാറ്റിൽ, ടോപ്പ് 5 റേസ് ഒന്നുമില്ല ഇപ്പൊ, എല്ലാം കണക്കാ. അതായത് ഒരു ഡ്രോ ഒക്കെയാണ്. അതായത് ഇങ്ങനെ ടോപ്പ് 4 ബാറ്റിൽ ഉണ്ടാവില്ല. അതായത് 3 ടീമൊക്കെ ഡ്രോ, എന്നിട്ട് ഒരു ടീം ഡ്രോ അല്ല 2 ടീം തോക്കുന്നു, ഒരു ടീം ഡ്രോ ആവുമ്പോ അവര് ടോപ്പ് 4 റേസിൽ മുന്നോട്ടെത്തുന്നു. അപ്പോ ചെൽസി വേഴ്സസ് ന്യൂകാസിൽ ഗെയിം കണ്ടിരുന്നോ? ഓബിൻ പറഞ്ഞോ. കുറേയായിരുന്നു, നമ്മളെ പോലെ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. അവർക്കും വലിയ താല്പര്യമില്ല കളി ജയിക്കണം എന്നുള്ളത്. ഇത് ഒരു എന്താ പറയാ, ഒരു ഫുട്ബോൾ ഫാൻ ബട്ട് ഹു ഇസ് നോട്ട് സോ ഇൻ ടു പ്രീമിയർ ലീഗ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരാളാണ് വിചാരിക്കുക. തന്നി റെലഗേഷൻ ബാറ്റ് ഇതാണ് കളി. അത് ലിവർപൂൾ ടോട്ടനം ആയാലും ന്യൂകാസിൽ ചെൽസി ആയാലും, ഇതില് ചെൽസിയോ ലിവർപൂളോ അല്ലെങ്കിൽ ആസ്റ്റൺ വില്ല ഇവരാണ് ടോപ്പ് 4 കണ്ടന്റേഴ്സ് ആരും പറയില്ല കളി കണ്ടാലും. അല്ല, റെലഗേഷൻ ബാറ്റിലാവുമ്പോ കുറച്ചെങ്കിലും ഒരു ഡ്രൈവിംഗിലും ഉണ്ടാവും. ഇത് ശരിക്കും ഒരു മിഡ് ടേബിൾ ഡെഡ് റബ്ബർ പോലെ. 2 ടീമിനും താല്പര്യമില്ല. എനിക്ക് ഏറ്റവും ഈ വീക്കെൻഡില് രസകരമായി തോന്നിയത് ചെൽസി ന്യൂകാസിൽ മാച്ചിൽ കമന്റേറ്റർ ഒന്നും മിണ്ടുന്നില്ല. കുറച്ചെന്റെ പുള്ളി പറഞ്ഞു, ആക്ച്വലി വി നോട്ട് ടോക്കിംഗ് ബിക്കോസ് ഇറ്റ്സ് നത്തിങ് മച്ച് ടു റിപ്പോർട്ട്. അതായത് അങ്ങോട്ട് തട്ടുന്നു, ഇങ്ങോട്ട് തട്ടുന്നു, വേറെ ഒന്നുമില്ല. മൊത്തത്തിൽ ഒരു വലിയൊരു അല്ല, വേറൊന്നുമില്ല. മാച്ച് കണ്ടു. ഗോർഡൻ വീണ്ടും ഫോർവേഡ് ആയിട്ട് കളിക്കണു. മറ്റേ വോൾട്ട്മയുടെ സെന്റർ മിഡ്ഫീൽഡ് അടുത്ത ജോയലിൻടൺ ആയി വരികയാണ്. അങ്ങനെയുള്ള രസകരമായിട്ടുള്ള കാര്യങ്ങൾ. ചെൽസിക്ക് കൂടുതൽ പ്രശ്നം പറഞ്ഞത് ഇപ്പൊ റീസ് ജെയിംസിന്റെ ഇഞ്ചുറി. ഇതിപ്പോ ന്യൂസ് ഹാംസ്ട്രിങ് കുറച്ച് കാലത്തേക്ക് ഇനി ഉണ്ടാവില്ല, 2-3 ആഴ്ച. ഇങ്ങനെയുള്ള അവസ്ഥയിലാണ്. പിന്നെ 2 പേർക്കും ചാമ്പ്യൻസ് ലീഗിന്റെ ഒരു ഇത് നിൽക്കുകയാണ്. ഇപ്പൊ ന്യൂകാസലിന് ചാമ്പ്യൻസ് ലീഗിൽ നല്ലൊരു ഫിക്സർ വരികയാണ്. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണെങ്കിൽ അവര് അങ്ങനെയായിരിക്കും ഒന്ന് ശ്രദ്ധിച്ച് കളിച്ചത്. അധികം എഫേർട്ട് എടുത്ത അടുത്ത മാച്ചിന് കളിക്കാനുള്ളതല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയിട്ടായിരിക്കാം. എന്തായാലും ചെൽസിക്കും ഇത് തന്നെ അവസ്ഥ. ചെൽസിക്ക് പിന്നെ ഹോപ്പ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാല്ലേ. 5-2 തോറ്റു നിൽക്കുക എന്ന അവസ്ഥയാണ് അതിന്റെ ഇടയിൽ. അപ്പൊ 2 പേരും ചാമ്പ്യൻസ് ലീഗ് ഫിക്സറും കൂടി നോക്കിയിട്ടാണ് ഒരു കുഴപ്പം കളിച്ചതെന്ന് തോന്നുന്നു. എന്തായാലും അത് ചെൽസിക്ക് ഈ ടോപ്പ് 4 ഉഴപ്പിക്കളിക്കാൻ ആ ലെവലൊന്നല്ല. ഇത് നമ്മുടെ ടീമിന്റെ ഏകദേശം ആ ലെവൽ തന്നെയാണ്. ആർക്കും ഒരു വലിയ ഐഡിയ ഒന്നുമില്ല. അന്ന് 11 ആൾക്കാര് കളിക്കുന്നു. ചെൽസിയുടെ മാച്ചിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് മൊമെന്റ് റഫറിയുടെ നടുവിൽ നിർത്തിയിട്ടുള്ള ഹഡിലായിരുന്നു. അത് ഭയങ്കര ബിഗ് സാധനമായിരുന്നു കേട്ടോ. കോമഡി. ഈ തിരുവാതിരക്കളി കളിക്കായിരുന്നു ചുറ്റിയതും. അല്ല, വേറെ ഒരു കാര്യം കൂടി. ഈ റെഫറിയുടെ ഒരു സംഭവം ഉണ്ടായല്ലോ. ഈ നമ്മുടെ മാച്ചിന്റെ ഇടയിൽ ഒരു കോമഡി ഉണ്ടായി. സ്പേഴ്സിന്റെ മാനേജർ എന്നിട്ട് സ്ലോട്ട് ആണെന്ന് വിചാരിച്ച് വേറൊരാളെ അവരുടെ തന്നെ സ്റ്റാഫാണ് അയാളെ ചെന്നിട്ട് സ്ലോട്ടാന്ന്. അപ്പൊ ആള് ആകെ ഞെട്ടിപ്പോയി. നമ്മളിപ്പോ ഡ്രസ്സിംഗ് റൂമിൽ കണ്ടല്ലോ. പിന്നെ വന്ന ഇങ്ങനെയുള്ള 2 കോമഡി ഇൻസിഡൻസ് ആണ് ഉണ്ടായത്. ഈ റെഫറിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ ഹൈലൈറ്റ്. അതെ.
പിന്നെ ടോപ്പ് വില്ലയുടെ യുണൈറ്റഡ് ഫാൻസ് വിൽ ബി വെരി ഹാപ്പി. എനിക്ക് UK നിന്നും US നിന്നൊക്കെ ഉള്ള ഒരു പഴയ യുണൈറ്റഡ് ഫാൻസ് ഒക്കെ മെസ്സേജ് ഒക്കെ അയച്ചു തുടങ്ങി. ടോപ്പ് 4 ഓൾമോസ്റ്റ് ഐ തിങ്ക് ദേ വിൽ ഗെറ്റ് ടോപ്പ് 4. എക്സലന്റ് പെർഫോമൻസ് ബ്രൂണോ. ടോപ്പ് 3. ഞാൻ കളി ഹൈലൈറ്റ്സേ കണ്ടുള്ളൂ. കണ്ടവരുണ്ടോ? ഗണേശൻ കണ്ടിരുന്ന? ഞാൻ ആകെ കണ്ട മാച്ച് യുണൈറ്റഡിന്റെയും ആർസണലിന്റെയും ആണ്. പിന്നെ നമ്മുടെ മാച്ച് യുണൈറ്റഡ് മാച്ച് ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളി കളി. നല്ല കളിയായിരുന്നു. യുണൈറ്റഡ് മാച്ച് നല്ല യുണൈറ്റഡ് കളിയായിരുന്നു, അടിപൊളിയായിരുന്നു. കളി കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ലൈക്ക് അഗെയിൻസ്റ്റ് എ ഗുഡ് ഫുട്ബോൾ പ്ലേയിങ് സൈഡ്, നൈമരുടെ സൈഡിലൂടെ നല്ലൊരു കളിയായിരുന്നു. ഈവൻ ദോ ലൈക്ക് മാറ്റി ക്യാഷ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ അവര് ഹാവ് ദിയർ ഗുഡ് പ്ലേയേഴ്സ്. മെഗ്ഗിനൊക്കെ തിരിച്ചു വന്നിട്ടായിരുന്നു. സോ ആ ഒരു സിറ്റുവേഷനിൽ എനിക്കെന്തോ തോന്നി ലൈക്ക് മെഗ്ഗിൻ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ബുവൻഡിയെ കളിക്കണ്ടായിരുന്നു. ഐ തോട്ട് ലൈക്ക് ദ ഫ്രണ്ട് ലൈൻ ഒരുപോലെ വീക്കായ പോലെയാണ് എനിക്ക് തോന്നിയത്. ലൈക്ക് ഞാൻ അത് ലൈനപ്പ് കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി ലൈക്ക് യുണൈറ്റഡ് ഗോണ വിൻ ദിസ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവര് അടിപൊളിയായിട്ട് ജയിക്കുകയും ചെയ്തു. അടിപൊളി സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട്, നല്ലോണം കളിക്കുന്നുണ്ട്. ലൈക്ക് ആർസണൽ ഗെയിം ലൈക്ക് എന്താ പറയാ, ആർസണൽ ഗെയിം സുദീപ് പറയുന്നതായിരിക്കും നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എവർട്ടൺ അവസാനം വരെ മര്യാദയ്ക്ക് കളിച്ചു. ഒരു ഇൻഡിവിജ്വൽ എററിൽ ആ ഒരു ഗോൾ വന്നു. ഞാൻ സെക്കൻഡ് ഗോളിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഇറ്റ് ഹാപ്പൻസ്, ദേ ഹാവ് ടു ഗോ ഫോർ ഓൾ. അറ്റ്ലീസ്റ്റ് കിട്ടിയ ഒരു പോയിന്റ് ഇല്ലെങ്കിൽ പോയി എന്ന് പറയാം. സോ എയ്തർ 1-0 or 2-0 എന്തായാലും ലോസ് ആണ്. സോ ആ ഒരു ഇൻഡിവിജ്വൽ എറർ അതില്ലെങ്കിൽ ഹി കുഡ് ഹാവ് ഈസിലി കളക്ടഡ് ദ ബോൾ. അടിപൊളിയായിട്ട് അവിടെ കയ്യിൽ തന്നെ വരുമായിരിക്കും ബോൾ. ഇത് ആവശ്യമില്ലാതെ പോയി. ബട്ട് നമ്മൾ എവർട്ടണിന് കളിക്കാനുള്ളതാണ്, എവേ മാച്ച് കളിക്കാനുള്ളതാണ്. എവർട്ടൺ ആർ പ്ലേയിങ് റിയലി റിയലി വെൽ. അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞില്ല എന്ന് വേണ്ട. ഇപ്പൊ നമ്മൾ എല്ലാവരും പറയാമെങ്കിൽ ഫാൻസ് നമ്മുടെ കളി കണ്ടിട്ട് ബാക്കി 19 ടീമിന്റെ കളി കണ്ടാൽ നന്നായിട്ടുണ്ടാവുന്ന പറയുന്നത്. ബിക്കോസ് ദേ ലൈക്ക് വി ലൈക്ക് അതേഴ്സ് പ്ലേയിങ്. സോ അവരൊക്കെ കളിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ ഞാൻ പറയുന്നില്ല. ബട്ട് എവർട്ടൺ റിയലി പ്ലേസ് അവയാണ് അവര് നല്ല കളിക്കുന്നത്. ഹോമിൽ അവർ റിസൾട്ട് ഭയങ്കര മോശം. മതി. നമ്മുടെ കൂടെ കളിക്കാൻ ഇതൊക്കെ മതി. നമ്മുടെ ഈ സിറ്റുവേഷനിൽ ഇതൊക്കെ മതി. കണ്ടില്ലേ പോയിന്റ് ആണ് ഇതല്ലേ. അതാണ് പറയുന്നത്. നമ്മുടെ ഈ സിറ്റുവേഷൻ ഡോമാൻ എന്ന് പറഞ്ഞ പയ്യൻസ് വന്ന് ഗോൾ അടിച്ചതാണ് വലിയൊരു സെലിബ്രേഷൻ ആയിരിക്കും. ആർസണൽ ഫാൻസിന്റെ ഭയങ്കര സെലിബ്രേഷൻ. ഇപ്പൊ അടുത്ത ഇൻസ്റ്റാഗ്രാമിൽ റീൽ കണ്ടു, അവൻ സ്കൂളിൽ പോകുന്ന ഒരു വീഡിയോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഗോളൊക്കെ അടിച്ച് പിറ്റേ ദിവസം സ്കൂളിൽ പോകുമ്പോഴേ ഫുൾ സ്കൂളിലെ കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ ഇങ്ങനെ വരവേറ്റ് ഇങ്ങനെ നിൽക്കുന്ന അവനെ അങ്ങനെ സെലിബ്രേറ്റ്. ഐ തിങ്ക് ഈ വീക്കെൻഡ് ആയിരുന്നു ആർസണൽ വി ക്യാൻ കോൾ ദം ചാമ്പ്യൻസ് ഇലക്ട് അല്ലേ ശരിക്കും? ഇല്ല, I won't call that. I won't name that because like കളി throughout fans were really silent. They don't have any idea. എപ്പോഴാ ഗോൾ അടിക്കാന്ന് ആർക്കും ഒരു ഐഡിയ ഇല്ല. നമ്മളിപ്പോ ഗോൾ അടിക്കും, ഈ ഒരു സിറ്റുവേഷനിൽ ഗോൾ അടിക്കുന്ന ഒരു ഐഡിയ ആർക്കും ഇല്ല. കാരണം വെച്ചാൽ കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫാൻസ് ആർ നോട്ട് പുഷിങ്. നമുക്കറിയാം, നമ്മള് ഫിഫ ക്ലബ് വേൾഡ് കപ്പ് നമ്മൾ ഖത്തറിൽ പോയി കാണുമ്പോൾ അവസാന ഇഞ്ചുറി ടൈമില് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്ന പ്ലെയറിനെ ഓൾറെഡി 90 മിനിറ്റ്സ് കളിച്ച പ്ലെയർ ഓടി തോൽപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ഇഞ്ചുറി ടൈമിൽ. ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട്. ഫ്ലമിംഗോടെ ഫാൻസ് പുഷ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എല്ലാരും പേടിച്ച് ഗോളാവെന്ന് പറഞ്ഞിട്ട്. അപ്പോ ആ ഒരു ഫാൻസിന്റെ പുഷ് ഇല്ല. ആകെ വരുന്നത് കോർണറിൽ മാത്രമാണ്. കോർണർ കിട്ടിയ എല്ലാരും അങ്ങനെ എന്താ പറയാ, മറ്റേ ഉത്സവത്തിന് ആർപ്പ് വിളിക്കുന്ന പോലെ വിളിക്കുന്നേ. കോർണറാണ് മെയിൻ, വല്ല പെനാൽറ്റി കിട്ടിയ പോലെ. അതിൽ ഗോൾ അടിച്ചില്ലെങ്കിൽ ഇല്ല. ഇങ്ങനെ നമ്മുടെ ടോപ്പർ ബാറ്റിൽ പോലെ so called champions won't play like this. They should be dominant. ചാമ്പ്യൻ സെലക്ട് എന്ന് പറയാൻ സിറ്റി ജയിക്കണ്ടേ? അതാണ് ഞാൻ ഇത് പറഞ്ഞതിന്റെ കാരണം. മറ്റേ പോൾ സ്കോൾസ് പറഞ്ഞായിരുന്നു ഈ സീസൺ കപ്പ് ആർക്കും കൊടുക്കരുത് എന്ന്. കാരണം എല്ലാവരുടെ പെർഫോമൻസും ഈ കണക്കാണെന്നാ പറയുന്നത്. ഈ സീസൺ തന്നെ വേണ്ടാന്ന് വെക്കണം എന്നാ പറയണേ. Even though United are playing well, he is not saying like United are playing well or something. ഒരു ടീമും മര്യാദയ്ക്ക് കളിക്കുന്നില്ല. അപ്പൊ ഈ സീസൺ തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ the flare at which ബാഴ്സലോണ ഇല്ല, റയൽ മാഡ്രിഡ്, PSG and all play പ്രീമിയർ ലീഗ് അത് വെച്ച് നോക്കുമ്പോൾ ഈ സീസൺ വളരെ മോശമാണ്. But again, Arsenal fans, congratulations.
അല്ല അതെ ഡെഫിനറ്റ്ലി നമ്മൾ കഴിഞ്ഞ ഇതില് ലൈവില് തന്നെ കൺഗ്രാജുലേഷൻ പറഞ്ഞു അല്ലെ. നമ്മൾ കുറച്ച് ആർസണൽ ഫാൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും കൺഗ്രാജുലേഷൻസ്. എന്തായാലും ലീഗ് അടിച്ചു, സംശയമൊന്നുമില്ല. കാരണം ആർസണൽ ഫാൻസ് ആവേശം കാണിക്കാത്ത എനിക്ക് തോന്നുന്നത് ഒന്ന് പ്ലേയിങ് സ്റ്റൈൽ ആയിരിക്കാം, രണ്ട് കഴിഞ്ഞ വർഷങ്ങളിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് വെറുതെ നേരത്തെ തന്നെ ആഘോഷിച്ച് നിങ്ങളെ അവർക്ക് ധൈര്യം കൊടുത്താൽ മതി കപ്പടിച്ചു എന്ന് പറഞ്ഞിട്ട്, പിന്നെ അവര് ടെൻഷൻ ആവില്ല. അല്ല, ആർസണൽ ഫാൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഇസ് ദാറ്റ് ഇഫ് യു പ്ലേയിങ് ദിസ് ഡ്രോസ് ഫുട്ബോൾ യു ബെറ്റർ വിൻ ദ ലീഗ്. ഇപ്പൊ ലിവർപൂൾ ഇതുപോലെ കളിച്ചിട്ട് നിക്ക് ചെയ്തിട്ട് ടോപ്പ് ലീഗ് ജയിച്ചോ നമ്മൾ ഓ ഗംഭീരം ഗംഭീരം. ബിക്കോസ് ഇഫ് യു പ്ലേയിങ് ദിസ് ബാഡ് യു ഹാവ് ടു വിൻ ദ ലീഗ്. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് സ്ലോട്ടിനോടുള്ള ഫ്രസ്ട്രേഷൻ പോലെ ആർട്ടറ്റ ഇതുകൊണ്ട് 9th സീസൺ റൈറ്റ്, ഇറ്റ്സ് ബീൻ 9 സീസൺസ്. 9 സീസൺസ് നമുക്ക് 8 മാസം സഹിക്കാൻ പറ്റുന്നില്ല. അതെ അതെ. അപ്പൊ പല കാര്യങ്ങളും That's why we are different from Arsenal. We have our own identity. ആർട്ടറ്റനെ വെച്ചിട്ട് ഇങ്ങനെ ആയിപ്പോയതല്ലേ. ആർസണൽ വെങ്കേഴ്സ് ആർസണലാണ് ഇംഗ്ലീഷ് ഫുട്ബോളിനെ ഇപ്പത്തെ ഒരു ഇതിലേക്ക് ഇപ്പത്തെ അല്ല കുറച്ച് മുമ്പ് വരെ പണ്ടുണ്ടായിരുന്ന 90s ഉണ്ടായിരുന്ന ഇംഗ്ലീഷ് ഫുട്ബോൾ തിരിച്ചു കൊണ്ടുവന്ന് അതിലേക്ക് എത്തിക്കുകയാണ് അല്ലെ ആർക്കേറ്റ്. ഓക്കെ, ഇനിയാണ് നമ്മുടെ മെയിൻ ടോപ്പിക് ഓഫ് ദ ഡേ. നമ്മൾ വേറെ എന്തൊക്കെയോ പറഞ്ഞ് 2 വീഡിയോ ആയിപ്പോയി. ലിവർപൂൾ വേഴ്സസ് ഗാലറ്റാസറേ. റെലഗേഷൻ നോട്ടിംഗം ഫോറസ്റ്റ് ഒരു പോയിന്റ് കിട്ടി, വേറെ സംഭവിച്ചില്ല. അപ്പോ അതെ, ഒരുപാട് 0-0 ഉണ്ടായിരുന്നു ഈ വീക്കെൻഡ്. അപ്പോ ഗാലറ്റാസറേ അറ്റ് ഹോം മസ്റ്റ് വിൻ ഗെയിം എന്നൊക്കെ പറയുന്നതിന്റെ ബാപ്പാണ്. ആർക്ക്? ക്ലബിനാണോ, സ്ലോട്ടിനാണോ, പ്ലേയേഴ്സിനാണോ, ഫാൻസിനാണോ? ഇതിപ്പോ നാല് ചിലപ്പോ മസ്റ്റ് വിൻ ഗെയിം ചിലപ്പോ ഗാലറ്റാസറേക്ക് ആവാം അവർക്കും. ലൈനപ്പ് ഹോം ഗെയിം ആണ്, എവേ ഫാൻസ് ഉണ്ടാവില്ല, എന്നിട്ട് നമ്മൾ എങ്ങനെ കളിക്കും നോക്കാം. ഈ ഗെയിമില് ശരിക്കും ഇപ്പം ഫാൻസിന് ഇപ്പം സ്ലോട്ട് ആണെങ്കിലും പ്ലേയേഴ്സ് ആണെങ്കിലും പറഞ്ഞു വി നീഡ് യുവർ ഫാൻസ് ബാക്കിംഗ്, വി നീഡ് അവർ ഫാൻസ് ടു പുഷ് ത്രൂ എന്നൊക്കെ പറഞ്ഞു. പ്ലേയേഴ്സ് ആയിക്കോട്ടെ, ഓണർഷിപ്പ് ആരായിക്കോട്ടെ, ഐ തിങ്ക് ദ ടീം ഷുഡ് ഓൾസോ ഷോ ദ ഫാൻസ് ദാറ്റ് വി ക്യാൻ ഡു ഇറ്റ് അല്ലെ. എപ്പോഴും ഫാൻസ് മാത്രം ആൻഫീൽഡ് എന്ന് പറഞ്ഞിട്ട് നമ്മള് ഫാൻസിനെ ആർപ്പൊളിപ്പിക്കാൻ പറഞ്ഞ പ്ലേയേഴ്സ്. ഐ ആം ആക്ച്വലി വെരി ആംഗ്രി അറ്റ് ദ ഹോൾ സെറ്റപ്പ്. എനിക്ക് ആലോചിക്കുന്ന ജോൺ ഹെൻറി ഓഫീസ് ആയിരിക്കുന്നുണ്ടാവും. ഒരു കാര്യമില്ലാണ്ട് പൈസ ഇറക്കി ഇത്രയും നാള് പൈസ കൊടുക്കാത്തപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ചെക്ക് ബുക്ക് സൈൻ ചെയ്ത് കൊടുത്തിട്ട് ഇവന്മാര് വെച്ച് എമ്മാതിരി പണിയായി പോയി. ലാഭങ്ങളുണ്ടായിരുന്നു ഇത്രയും കാലം. What is your lineup? Words? Will you start words? Of course. Salah. So, Alisson, Frimpong, എല്ലാ മെയിൻ പ്ലേയേഴ്സ് ഉണ്ടാവും. കൊനാറ്റെ, വാൻ ഡൈക്ക്, ഗ്രാവൻബർച്ച്. I would personally want Jones, but അത് നടക്കൂല. So, Szoboszlai with McAllister, Salah, Wirtz, Ekitike, Gakpo out. Gakpo 2 കളി കളിച്ചിട്ട് കഴിഞ്ഞ 2 കളി കളിച്ചാണ്. So basically Gakpo will be on the bench. ഇതായിരിക്കും നമ്മുടെ ലൈനപ്പ്. Only thing is we need 2 goals up front. Maybe before 20 minutes we need 2-0 lead. അത് കഴിഞ്ഞാൽ we might be comfortable. അതല്ല നമ്മൾ പോയിട്ട് കാരണം ഗാല will score. അറ്റ്ലീസ്റ്റ് 2-0 ഉണ്ടെങ്കിൽ പിന്നെ അപ്പോഴാണ് നോർമൽ പ്ലേയിങ് ഫീൽഡ് ആവുക നമുക്ക്. അതല്ലാത്ത എല്ലാ 2-0 എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോഴത്തെ കണക്ക് വെച്ചിട്ട് നമ്മളിപ്പോ ലീഡ് ബാക്കിലാണ്, ഒരു ഗോൾ ബാക്കിലാണ്. അതെ, അപ്പോ 1-0 ലീഡ് അതെ, അത്രയെങ്കിലും ആദ്യത്തെ 20 മിനിറ്റ്സ് കിട്ടുകയാണെങ്കിൽ വി പ്രോബബ്ലി മൈറ്റ് ബി ബിറ്റ് കംഫർട്ടബിൾ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം, ഇത് 0-0 പോലെ കൺസിഡർ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാന്നുള്ളത്. അതല്ലാത്ത ഏതൊരു സ്കോർ ആണെങ്കിലും 0-0 ആണെങ്കിലും 1-0 ആണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഹാഫ് തീരുന്നവരെ അങ്ങനെ ആ ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ഹാഫ് ഒന്നും ചെയ്യാൻ പറ്റും തോന്നില്ല. ട്രെയിൽ ചെയ്ത പിന്നെ നോക്കിയേ വേണ്ട. എന്താണ് ഗണേശ ഞാന് ഓബിൻ പറഞ്ഞ പോലെയാണ്. മറ്റേ കേർക്കസ് സ്റ്റാർട്ട് ചെയ്യും, കൊണാട്ടെ, വാൻ ഡൈക്ക്, ഫ്രിംപോങ് സ്റ്റാർട്ട് ചെയ്യും. കാരണം വെച്ചാൽ നമ്മള് വി സോ ദം ലൈക്ക്
പേസ് ഉപയോഗിക്കുന്ന പ്ലേയേഴ്സ് ആണ്. ദേ ഹാവ് സാനേനെ റഷ് ചെയ്തിട്ടായിരുന്നു ഫസ്റ്റ് ലെഗില്. സെക്കൻഡ് ലെഗിൽ കളിപ്പിക്കുമെന്ന് അറിയില്ല. ഇല്ലെങ്കിൽ അവര് ഇൽമാസ് ആ ഇൽമാസ്. ഫ്രണ്ട് ത്രീ തന്നെ ആ ഒരു ഫ്രണ്ട് ത്രീ തന്നെ ആയിരിക്കും കളിക്കുന്നത്. അപ്പൊ ഫ്രിംപോങ് ഇറക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. അതായത് നമ്മള് മറ്റേ ഫുൾ ബാക്ക് റൺ ചെയ്യുന്നത് കുറച്ചുകൂടെ ഹെൽപ്പ് ആയിരിക്കും സാലയ്ക്ക്. മറ്റേ ലൈൻ റഫറിന്റെ കൂടെ ഹഗ് ചെയ്ത് നിൽക്കാതെ അകത്ത് കയറി കളിക്കാൻ പറ്റും. ഓബിയസ്ലി ലൈക്ക് എന്റെ പ്രൊഡിക്ഷൻ, എന്റെ ഒരു ലൈനപ്പ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഐ സ്റ്റാർട്ട് ജോൺസ് ഇൻസ്റ്റെഡ് ഓഫ് മെക്കാലിസ്റ്റർ. എന്റെ ഒരു പ്രൊഡിക്ഷൻ ആണല്ലോ ചോദിക്കുന്നത്, അതുകൊണ്ട് പറയാലോ. സ്ലോട്ട് ആരെ സ്റ്റാർട്ട് ചെയ്യിക്കുന്നല്ല. അപ്പൊ എന്റെ ഒരു പ്രൊഡിക്ഷനിൽ ജോൺസിനെ സ്റ്റാർട്ട് ചെയ്യും, ഗ്രാവൻബർച്ച്, ദെൻ സോബോസലായി. ദെൻ ഫ്രണ്ടില് ഞാൻ വേർഡ്സ്, എക്കിറ്റിക്കെ ആൻഡ് സാല. ത്യാക്കോ എന്തായാലും ലാസ്റ്റ് കളി കളിച്ചതാണ്. ഐ ഡോണ്ട് തിങ്ക് ഹി വിൽ സ്റ്റാർട്ട്. മേ ബി ഇനി ഫസ്റ്റ് പ്രിഫറൻസ്, അതായത് ഫസ്റ്റ് പ്രിഫറൻസ് വിൽ ബി എൻഗുമോഹ സബ്. ഷുവറായിട്ട് ഞാൻ ആദ്യത്തെ സബ്. ഇപ്പൊ റൈറ്റ് വിങ്ങോ ആവട്ടെ ലെഫ്റ്റ് വിങ്ങോ ആവട്ടെ, സാല മറ്റേ ഔട്ട്പുട്ട് തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലനെ മാറ്റി എങ്കുമോഹനെ ഇറക്കുക നല്ലത്. ദെൻ പുട്ട് ഫ്രിംപോങ് ദേർ, എന്നിട്ട് എങ്കുമോഹനെ ലെഫ്റ്റ് വിങ്ങിന് കളിപ്പിക്കാനും പറ്റും. സോ ഇല്ലെങ്കിൽ എങ്കുമോഹ ക്യാൻ പ്ലേ റൈറ്റ് വിങ് ഓൾസോ. നമ്മൾ കണ്ടതാണ്, അസിസ്റ്റ് കൊടുത്തത് ആ ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടതാണ്. സോ ദാറ്റ് വിൽ ബി മൈ ടീം. സോ നമ്മൾ എന്തായാലും ഫസ്റ്റ് ഹാഫിൽ കിട്ടുന്ന സ്കോർ ലൈൻ ആയിരിക്കും നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് വരാൻ പോകുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് ഡിഫെൻഡിങ് ദാറ്റ് സ്കോർ ലൈൻ വി ഷുഡ് കണ്ടിന്യൂ പ്ലേയിങ്. മേ ബി ട്രൈ ടു റൺ ഡൗൺ ദ ഗെയിം. എന്താ പറയാ, ഒരു പേസ് കുറച്ച് നമുക്ക് എൻഡ് ടു എൻഡ് കളിക്കാൻ പറ്റാതെ വെറുതെ കളിനെ സ്ലോ ആക്കി കൊല്ലുക. ഈ ജിനി വൈനാൾഡോവും ഹെൻഡർസൺ ഒക്കെ കളിക്കുന്ന പോലെ കംപ്ലീറ്റ്ലി ഡൗൺ, പേസിനെ കുറച്ച് ഓപ്പണൻസിനെ വെറുപ്പിക്കണം. അമ്മാതിരി കളി ജോൺസിനെ കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. സോ ബെറ്റർ ജോൺസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. വാട്ട് വിൽ ബി ഗാലറ്റാസറെ അത്ര അറ്റാക്കിങ്ങും ഹൈലൈനും കളിക്കുമോ? സാധ്യതയില്ല. ഞാന് അവരുടെ എവേ ഗെയിംസ് യൂഷ്വലി ദേ വോൺ, എന്താ പറയാ, ഒരുമാതിരി ഡൾ പെർഫോമൻസ് ആണ്. സോ ഐ ഡോണ്ട് നമ്മുടെ സിറ്റുവേഷൻ വെച്ചിട്ട് അവന്മാർ അങ്ങനെ കളിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. സോ മേ ബി വി ഹാവ് ടു ബി വെരി കെയർഫുൾ. അതും പറയണം, മര്യാദക്ക് ഡിഫെൻഡ് ചെയ്ത് കളിക്കണം. അറ്റ് ദ സെയിം ടൈം മേ ബി ഞാൻ യുവന്റസിന് അന്ന് കാർഡ് ലഭിച്ചു, അങ്ങനെ റെഡ് കാർഡ് ലഭിച്ചു, അതുകൊണ്ട് ഗോൾ അടിച്ചു എന്നൊക്കെ വേണമെങ്കിൽ നമുക്കൊരു സ്റ്റോറി ആയിട്ട് പറയാം. ബട്ട് ദേ വർ പുവർ. എവേ ഗെയിമില് അങ്ങനെ മര്യാദയ്ക്ക് കളിച്ചിട്ടില്ല. അപ്പൊ അവര് ആ ഫാൻസ് ബാക്ക് ചെയ്യുന്നതുകൊണ്ടാണ് കളിക്കുന്നത്. ഫാൻസ് ബാക്ക് ചെയ്യുന്നതുകൊണ്ട് കളിക്കുന്നതല്ല, ദേ ഹാവ് ദെയർ ഓൺ വേ ഓഫ് പ്ലേയിങ്. ഫാൻസ് കൂടെ ബാക്ക് ചെയ്യുന്നു. സോ ദേ പ്ലേയിങ് ടു ദെയർ ഫുൾ പൊട്ടൻഷ്യൽ. നമ്മൾ അതുപോലെ കളിച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫാൻസ് ഓൾസോ വിൽ ബാക്ക്. വി ക്യാൻ ഗെറ്റ് ദ റിസൾട്ട്. Yes, it could be a huge boost for the club also, അല്ലേ? അവരെ CL ഗെയിംസ് നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാ എവേ ഗെയിംസും അവർ പൊട്ടിയിട്ടുണ്ട് ഇതുവരെ, എക്സെപ്റ്റ് വൺ അയാക്സ്. അയാക്സ് അതിലും പരിതാപകരായതുകൊണ്ട് ബാക്കി എല്ലാവരും തോറ്റതാണ്. ഇവർക്ക് അങ്ങനെ ഇവിടുന്ന് പോയ എല്ലാവർക്കും ഒരുപോലെ പണി കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ എല്ലാ കോച്ചിങ് സ്റ്റാഫിനും. അതിൽ അവർക്ക് ദേ കൻ നോട്ട് സിറ്റ് ബാക്ക്. അവർക്ക് ഇത്രയും ട്രൈ ചെയ്തു എവേ ഗെയിംസ് പോവാ, കുറച്ചും സിറ്റ് ബാക്ക് ചെയ്ത് കൗണ്ടർ ചെയ്യാന്നുള്ളത് ഇത്രയും മോചിതാണ്. അപ്പൊ അവര് മിക്കവാറും ദേ മൈറ്റ് സ്റ്റാർട്ട് ബ്രൈറ്റ്, ഒരു ഗോൾ എങ്ങനെ നിൽക്കുകയും ചെയ്യാം. കാരണം ലിവർപൂൾ ഓൾറെഡി ഇതിപ്പോ പ്ലേയേഴ്സ്, ന്യൂട്രൽ ഫാൻസിന് ഹൗ ഗാലറ്റാസറേ ആർ പെർഫോമിംഗ് ലൈക്ക് ദിസ്, എന്തുകൊണ്ട് ആ ഒരു ഫോർട്രസ് ആണ് അവർക്ക് തോന്നുന്നത്. അതായത് ഗാലറ്റാസറേ പോയിട്ട് ആർക്കും അധികം ജയിക്കാൻ പറ്റില്ല. നമ്മള് അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡേവിഡ്സൺ സാഞ്ചസ് ഇവിടെ പ്രീമിയർ ലീഗിൽ എല്ലാരും ബുള്ളി ചെയ്തതാണ്. ഏത് അറ്റാക്കറും ഈ ഡേവിഡ്സൺ സാഞ്ചസ് എന്ന് പറഞ്ഞ ഒരു പ്ലെയറിനെ ഇട്ട് കറക്കി പല മിക്ക കളികളും സ്പേഴ്സ് തോക്കാൻ കാരണം മൂപ്പരനെ ആയിരിക്കും. പക്ഷെ അവിടെ പോയിട്ട് ആള് നേരെ മറിച്ചാ പെർഫോം ചെയ്യുന്നേ, അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. ഈ ടേക്സ് ദ ഡിസിഷൻ വെരി ഏർലി. ഫാൻസ് വലിയൊരു എഫക്റ്റ് ആണ് കളിക്കുന്നതിൽ. സോ അപ്പോ ഫാൻസ് ആണ് ഏറ്റവും മെയിൻ. നമ്മുടെ പെർഫോമൻസ് കാരണമാണ് ഫാൻസ് ചിയർ ചെയ്യുന്നത്. സോ ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ് ആക്ച്വലി. ഡിഫൻസ്, അത് ഞാൻ പറഞ്ഞ പോലെ, ഓബിൻ പറഞ്ഞ പോലെ, ഡിഫെൻസീവ്ലി ദേ ആർ നോട്ട് സൗണ്ട് അറ്റ് ഓൾ.
സത്യമായിട്ട് മര്യാദയ്ക്ക് ഡിഫെൻഡ് ചെയ്യാൻ അറിയില്ല. അതായത് അവർക്ക് ഈ ഗെയിം പേസ് കൺട്രോൾ ചെയ്യാൻ തന്നെ അറിയില്ല. ഓപ്പൺ ആയിട്ട് എടുത്ത അറ്റാക്ക് ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ. ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻസ് ഒക്കെ കുറവാണ്. സോ നമ്മളത് യൂട്ടിലൈസ് ചെയ്ത് വേണം കളിക്കാൻ. ഡ്രിബിൾ ചെയ്യുന്ന ആൾക്കാരെ ഒരുപാട് കളിപ്പിച്ച് കഴിഞ്ഞാൽ വി മൈറ്റ് ഈവൻ ഗെറ്റ് 1 or 2 സ്പോട്ട് കിക്സ്, പെനാൽറ്റി പോലുള്ള സംഭവം കിട്ടാൻ സാധ്യതയുണ്ട്. സോ that's why I said first sub will be Nkumoha if you are not scoring in the first half. എനിക്ക് feel അതായത് ചെയ്യണത് സലഹ് നമ്മുടെ കൂടെ start 5 ചെയ്യാൻ എണ്ണം പോകുന്നു. മേടിച്ച ഫ്രാങ്ക്ഫർട്ട് നമ്മുടെ കൂടെ 5 എണ്ണം മേടിച്ച ഫ്രാങ്ക്ഫർട്ട് അവർക്ക് 5 എണ്ണം കൊടുത്തു ഹോമിൽ. ഗാലറ്റാസറേ അവേ ഗെയിം ആയിരുന്നു. അതെ അതെ സോ അവരുടെ അവേ പെർഫോമൻസ് റിയലി ബാഡ്. ഐ തിങ്ക് ഓപ്പൺ ഗോണ ബി നീഡ് an early goal. അതില്ലെങ്കിൽ നമ്മൾ തന്നെ സെൽഫ് Szoboszlai ഡിസിൻഡിക്കേറ്റ് ഒരു free kick എന്നുള്ളതാണ്. കിട്ടട്ടെ. ഒന്നല്ല 4-5 എണ്ണം കിട്ടേണ്ടി വരും. വാൻഡൈക്കിന് ഒരു കോർണർ. സുദീപിന്റെ ലൈനപ്പ് വന്നിട്ടില്ല, പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞ സലഹ് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഗോമസ് അല്ലെങ്കിൽ സൊബോസ്ലൈ റൈറ്റ് ബാക്ക് കളിച്ചിട്ട് ഫ്രിംപോങ് തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഫീൽ ചെയ്യാം. റൈറ്റ് വിങ്ങില് മീൻസ് അല്ലെങ്കിൽ റൈറ്റ് ഫോർവേഡ് പൊസിഷനിൽ. ഗോമസ് സലാ 3 second കളി half കളിക്കും വരാൻ അടുപ്പിച്ച്. തോമസ് ഇന്ന് വരും. സെന്റർ ബാക്ക് കളിച്ചിട്ട് പിന്നെ റൈറ്റ് ബാക്ക് കളിക്കുമോന്ന് അറിയില്ല. പിന്നെ റിട്ടയർമെന്റ് ന്യൂസ് വരും. അതല്ല, ഗോമസ് അല്ല കളിക്കുക. റൈറ്റ് ബാക്ക് സൊബോസ്ലൈ റൈറ്റ് ബാക്ക് കളിക്കുന്നവർ. സൊബോസ്ലൈ പിന്നെയും അയാളെ ഹാഫ് ടൈം കഴിഞ്ഞിട്ട് മിഡ്ഫീൽഡിൽ കൊണ്ടുവിടും, ഒന്നും വർക്ക് ചെയ്യാതെ. അതിനും ഭേദം തുടക്കം തന്നെ മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലത്. ഫ്രിംപോങ്ങിനേക്കാൾ എനിക്ക് ഇല്ല, ഒരു ഹൈ ഫ്രിംപോങ്ങിനേക്കാൾ പ്രസ് വെച്ച് ഡിഫൻഡേഴ്സിനെ പാനിക് ചെയ്താലും മതി. സുദീപിന്റെ പ്രൊഡിക്ഷൻ വേറൊരു ആയതുകൊണ്ട് പോയിന്റ്, സുദീപ് ക്യാൻ സേ പറയാം. മെക്കാലിസ്റ്ററും ഞാൻ സലയും ഞാൻ പറഞ്ഞ സുദീപ് പോലെ പറയട്ടെ, കഴിഞ്ഞ സുദീപിന്റെ പ്രൊഡിക്ഷൻ അല്ലേ റൈറ്റ് ബാക്ക് സൊബോസ്ലൈ, സാല ബെഞ്ച്. അല്ല, ഞാൻ അടുത്തത് കഴിഞ്ഞ ദിവസം ലൈവില് ആ ലൈനപ്പ് ഇട്ടപ്പോ എല്ലാവരും ഇതുപോലെ പറഞ്ഞതാ. പക്ഷെ ഞാൻ പറഞ്ഞ ലൈനപ്പ് പോലെ തന്നെയാണ് നമ്മൾ കളിച്ചത് കഴിഞ്ഞ ദിവസം ലൈവിലെ. ഓർമ്മയുണ്ടോ? ഞാൻ സൊബോസ്ലൈ റൈറ്റ് ബാക്കില് വെച്ചിട്ട് ഒരു സാധനം പോസ്റ്റ് ചെയ്തപ്പോ, അല്ല ഞാൻ അങ്ങനെ പറഞ്ഞല്ല. എനിക്ക് തോന്നുന്നത് ഫെയിൽ ചെയ്യണത് സ്ലോട്ട് കുറെ കൂടി സൊബോസ്ലൈ ആണ് റൈറ്റ് ബാക്കിൽ ട്രസ്റ്റ് ചെയ്യണേന്ന് തോന്നുന്നു എനിക്ക്, ഫ്രിംപോങ്ങിനേക്കാളും അല്ലെങ്കിൽ ഗോമസിനേക്കാളും ചില അല്ല, സമയത്ത്. അത് അതുകൊണ്ടാണ് ട്രസ്റ്റിന്റെ ഇഷ്യൂ സൊബോസ്ലൈ അല്ല. അവിടെ കളിക്കുന്നത്. സൊബോസ്ലൈ ആക്ച്വലി കളിക്കുന്നത് കഴിഞ്ഞ സീസൺ ട്രെന്റ് കളിച്ച റൈറ്റ് ബാക്ക് ആയിട്ടാണ്. സൊബോസ്ലൈ അങ്ങനെയാണ്. ഇൻവേർട്ട് ചെയ്തിട്ട് ടേക്കിംഗ് അപ്പ് ദ ആ ഒരു സോണിൽ ഡീന്റെ അടുത്ത് പുള്ളി ഇൻവേർട്ട് ചെയ്യും ആൻഡ് സല സ്റ്റേസ് ഔട്ട് വൈഡ്, അല്ലെങ്കിൽ ഫ്രിംപോങ് ഹൂവർ. സോ അതുകൊണ്ടാണ് ഐ തിങ്ക് ഇറ്റ്സ് മോർ ഓഫ് എ ടാക്ടിക്കൽ തിങ്. വർക്ക്ഔട്ട് ആവുന്നില്ല. അതായിരിക്കാം. എനിവേ, അതായിരിക്കാം സാധ്യത എന്ന് എനിക്ക് ഫീൽ ചെയ്യാം. അതാണ് ഓക്കെ, ഫ്രിംപോങ് പ്രഡിക്ഷൻ സോറി പ്രഡിക്ഷനിലേക്ക് വരാം. ഞാനൊരു 4-0 വിൻ ആണ് പ്രഡിക്ഷൻ. 4-0. 1-2 നമ്മൾ പൊട്ടും. 1-2 ആ 1-2 അവർ ഓക്കെ. നമ്മള് പൊട്ടുന്നു. കാരണം നമ്മളെ മിക്കവാറും ഇത് ഈ 2 ഗോൾ അടിക്കണമൊക്കെ വിചാരിക്കും മനസ്സുകൊണ്ട്. നമ്മൾ അങ്ങോട്ട് അടിക്കാൻ പോകുമ്പോഴേക്കും 1 കിട്ടും. അതുകൊണ്ട് നമ്മൾ തുടങ്ങിക്കോളും. അത് 1-3 ആയാലും അത്ഭുതം ഉണ്ടാവില്ല. ക്രിസ് എന്തോ നിന്റെ പ്രൊഡിക്ഷൻ ക്രിസിന് ഇഷ്ടായില്ല, ഇഷ്ടപ്പെട്ടില്ല. അറിയാതെ റിമൂവ് ആയി. ഗണേശ പറഞ്ഞോ, ഗണേശിന്റെ പ്രൊഡക്ഷൻ പറഞ്ഞില്ലല്ലോ. ജയിക്കണം എന്ന് ആഗ്രഹം മാത്രം, ജയിക്കുമ്പോൾ വരാം. അതെന്ത് പ്രഡിക്ഷനാ? അതാണ് പ്രൊഡിക്ഷൻ. ആ സിറ്റുവേഷനിൽ എത്തി ഓക്കെ, ജയിച്ചാൽ ഇനി 1 goal more than what Galatasaray is scoring. 1 or 2 goal more than. ആയിക്കോട്ടെ, പെനാൽറ്റി വന്ന് എന്തോ ചെയ്തോട്ടെ. അല്ല, അതൊരു പ്രതീക്ഷയാണ്. അപ്പൊ ഈ ഡച്ച് മാനേജേഴ്സ് പെനാൽറ്റിന് മുമ്പ് ഗോൾ കീപ്പറിനെ ചേഞ്ച് ചെയ്ത പോലെ മാമനെ നോക്കും. പോലെ അത് നല്ല കാര്യമാണ്. ടീം ക്രൂൾ വന്ന പോലെയാവും. എന്തായാലും ജയിക്കണം ആഗ്രഹം മാത്രം. സ്കോർ ലൈൻ ഞാൻ പറയുന്നില്ല, ഒന്നും പറയാൻ തോന്നുന്നില്ല. നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്യണം. ഫാൻസ് ഉണ്ടാവും, നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുക. നിങ്ങൾ കഴിഞ്ഞ തവണ കുറെ വലിയ സ്കോറൊക്കെ പ്രഡിക്റ്റ് ചെയ്ത ആളുകളുണ്ട് എന്റെ പോലെ. പക്ഷെ നിങ്ങൾ നമ്മുടെ പ്രഡിക്ഷനൊക്കെ കുറെ ആൾക്കാരെ നിങ്ങളൊക്കെ എന്തിനായിരുന്നു പ്രഡിക്റ്റ് ചെയ്യുന്ന ചോദിക്കുന്നുണ്ട്. ആ ലെവൽ പ്രഡിക്ഷനിൽ നമ്മൾ എത്തി. അപ്പോ മൂപ്പർക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നമ്മള് അടുത്ത റൗണ്ടിലേക്ക് പോകാൻ എത്ര ഗോൾ വേണോ അത്ര ഗോൾ അടിക്കും ലിവർപൂൾ, അത്രേ ഉള്ളൂ. നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണത്, നമ്മൾ ഫാൻസ് ആണ്, ലിവർപൂൾ ഫാൻസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ ഒരു
ഫുട്ബോൾ പാനൽ ഇട്ടിട്ട് നമ്മൾ എല്ലാ ടീമിനും സമമായിട്ട് വെച്ചിട്ടല്ലല്ലോ പ്രിഡിക്റ്റ് ചെയ്യുക. നമുക്ക് എപ്പോഴും നമ്മുടെ ടീം ജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണല്ലോ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മുടെ പ്രിഡിക്ഷൻ ഒക്കെ ഇങ്ങനെ വരുന്നത്. അപ്പോ അങ്ങനെ കണക്കാക്കിയാൽ മതി. നമ്മൾ ബയസ്ഡ് What about ആണ്. Newcastle Barca? ഐ വാണ്ട് ന്യൂകാസിൽ ടു വിൻ. പക്ഷെ അത് കഴിഞ്ഞാൽ ആ ഒരു സെക്ഷൻ തന്നെ കാലിയാവും. പക്ഷെ Arsenal free run to the final. ന്യൂകാസിൽ at this point എന്തെങ്കിലും ആയിക്കോട്ടെ. Barca at home. ബാർസ അറ്റ് ഹോം, ബാർസ അറ്റ് ഹോം, ബാർസ ജയിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അവര് Newcastle played well in the first half. John- അതുകൊണ്ടാണ് soft. അല്ല, ആ ജോലിക്ക് നമ്മളിപ്പോ പറഞ്ഞില്ലേ മാർച്ച് ന്യൂകാസിൽ മിക്കവാറും എൻഡിയവനെ പണി വരെ പോകുന്നുള്ളത്. ലുക്ക് അറ്റ് ദി ലാസ്റ്റ് 3 റിസൾട്ട്സ്. Yes. അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. വോൾട്ടമേഡ് എത്ര പോലെ നമ്മൾ ഇപ്പോഴും പറയുന്നത് അവനെയും കൂടി അടുത്ത ജോയിലിൽ ആക്കാൻ പോവാണെന്നുള്ളതല്ലോ. ആൻഡ് ആസ് എ സ്റ്റാൻഡ് അലോൺ, ആസ് എൻ ഇൻഡിവിജ്വൽ ഇറ്റ് ഹാസ് ഫെയിൽഡ്. പക്ഷെ ദാറ്റ് ഹാസ് ഗിവൺ ഗോർഡന്റെ ഫ്രീ റൈറ്റ്. ഗോർഡന്റെ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ സീസൺ തന്നെ എന്താ പറയാ കംപ്ലീറ്റ്ലി ഓഫ് ദി പേസ്, ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊടുന്ന് ഗോർഡൻ ഹാസ് റിവൈവ്ഡ് നൗ. അതിന്റെ ഒരു റീസൺ വെച്ചാൽ വോൾട്ടമേഡ് ഹാസ് ബീൻ ഡ്രോപ്പിംഗ് ബാക്ക്. അത് വോൾട്ടമേഡ് ഡ്രോപ്പ് ചെയ്തുകൊണ്ട് നമ്പർ 10 പോലെ കളിക്കുന്നു എന്നുള്ളതല്ല, ബട്ട് ദാറ്റ് ഗിവ്സ് ദ ഫ്രീ സ്പേസ്. ഗോർഡനെ സംബന്ധിച്ചോളം അത് ആ ഒരു സ്പേസും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബോത്ത് ഓഫ് വിച്ച് ബാർസ വിൽ ഗിവ്. ബാർസ ഹൈലൈൻ വെച്ച് കളിക്കും. ഗോർഡന്റെ പേസിലെങ്ങാനും ഹൈലൈൻ ബീറ്റ് ചെയ്താൽ ഗോൾ അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. പക്ഷെ Barca has too much ഒരു At home they would probably win. I think Barca will win 4-2 or something. ഹൈ സ്കോറിംഗ് ഗെയിം ആയിരിക്കും. Probably 2-1 win Barca maybe. I hope നടക്കാൻ ചാൻസ് ഇല്ല. ഗണേശന്റെ പ്രശ്നം എന്താ? കഴിഞ്ഞ മാച്ച് ഗണേശ പറഞ്ഞു. എന്റെ പ്രഡിക്ഷനോ ആര് ജയിച്ചാ എന്താ, നമ്മൾ ജയിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ്. എങ്കിലും പ്രഡിക്ഷൻ എന്നുള്ള രീതിയിൽ ബാർസ ജയിക്കാൻ സാധ്യതയുണ്ട്. മേ ബി എന്താ പറയാ ടച്ച് ആൻഡ് ഗോ പറയാം വിത്ത് ബാർസ വിന്നിംഗ്. അത്ലറ്റിക്കോ ബാഴ്സലോണയ്ക്ക് കഴിഞ്ഞ മാച്ച് ഒരു കൾച്ചർ ഷോക്ക് പോലെയായിരുന്നു ആക്ച്വലി ന്യൂകാസിൽ ആയിട്ടുള്ള മാച്ച്. അത് തന്നെ ഗെയിം അല്ലേ, അങ്ങനെ ഉണ്ടാവും. അതല്ല പന്ത് കീപ്പ് ചെയ്യാനുള്ള, പന്ത് തൊട്ട് കഴിഞ്ഞാൽ അപ്പ വരികയാണ് 3 പേര് വന്ന് തട്ടിപ്പറിച്ചെടുക്കാൻ. അങ്ങനെയുള്ള ഒരു ഒട്ടും ടൈമും സ്പേസും കൊടുക്കാത്ത പോലെ ഒരു സാധനമായിരുന്നു ഇവർക്ക്. അത് എങ്ങനെ കൊടുക്കുമ്പോ ശരിയാവും. ബാർസലോണയിൽ വരുമ്പോ റഫറിനെ കൊണ്ട് പറയും ഒരു റെഡ് കൊടുക്കാൻ, ഇതാ പിടിച്ചോന്ന് പറയും. ബാഴ്സലോണ ഫാൻസ് കാണുന്നുണ്ടാവും റെഫറിയുടെ കൂട്ടുപിടിച്ച് ജയിക്കണേന്ന് പറയുന്നുണ്ട് കേട്ടോ ഗണേഷ്. അത് ഫസ്റ്റിലേക്ക് തന്നെ എവിഡന്റ് ആയിരുന്നു. കൂടുതൽ സമയം കൊടുത്തു. അല്ല, ആ ഗോൾ ഉണ്ടല്ലോ, ആ കുറച്ച് കൂടുതൽ സമയം കൊടുത്ത്, ഞാൻ അതിലേക്ക് പറഞ്ഞു വന്നത്, ആ കൂടുതൽ സമയം കൊടുത്തിട്ടാണെങ്കിലും ആ ഗോൾ അടിച്ചില്ലേ, ആ പെട്ടെന്നുള്ള ഒരു ഒത്തിരി ഫാസ്റ്റ് പാസിങ് വെച്ചിട്ട് അങ്ങനെ കളിച്ചിട്ടാണ് സെൻട്രലിൽ കൂടെ കയറി ഗോൾ വന്നു. അങ്ങനെയുള്ള ഒരു സ്റ്റൈലായിരിക്കും ബാഴ്സ എന്തായാലും ഹോമില് നന്നായിട്ട് കളിക്കുക. അതിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ന്യൂകാസിൽ ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ ഇത് അപ്രോച്ച് ആണെങ്കിലും ആദ്യം തന്നെ 2 ഗോളങ്ങ് മേടിച്ച് ആദ്യം തന്നെ ഒരു ബാഴ്സ 2 ഗോളങ്ങ് അടിക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അതോടുകൂടി അവരുടെ കത്തിക്കല് തീരും. പിന്നെ ഈ പറഞ്ഞ പോലെ 4-2 ഒക്കെ എത്താനോ 4-1 അങ്ങനെയുള്ള സ്കോറിലൊക്കെ തീരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും ന്യൂകാസിൽ അപ്സെറ്റ് ഒന്നും ചെയ്യില്ല ബാഴ്സലോണ. അത്ലറ്റിക്കോ സ്പേഴ്സ് എന്തായാലും നമ്മൾ സംസാരിച്ച കാര്യമില്ല, ഒരു കൊട്ട അവിടെ മേടിക്കുമ്പോ. അറ്റ്ലാന്റ ബയേൺ വലിയ കാര്യം സംസാരിച്ചിട്ട്. ആർസണൽ ഒരു ചെറിയൊരു ഇൻപുട്ട് ഉണ്ട്. അതെ, അറ്റ്ലാന്റ ബയേണില് ഫസ്റ്റ് കീപ്പർ ഇഞ്ചേർഡ്. അപ്പൊ അവര് സെക്കൻഡ് കീപ്പറിന് ഇറക്കുന്നു വിചാരിക്കും, അവനും ഇഞ്ചേർഡ്. അപ്പൊ നമ്മൾ തേർഡ് കീപ്പറിന് ഇറക്കുന്നു, ഇഞ്ചേർഡ്. പിന്നെ ഫോർത്ത് കീപ്പറിനെ കൊണ്ട് അവർ കളിപ്പിക്കുമായിരിക്കുന്നു, അവർ ട്രെയിനിങ്ങിൽ ഇഞ്ചുറി. ഇനിയിപ്പോ ചെയ്യാൻ പോകുന്നത് 16 വയസ്സുള്ള ഒരു ചെക്കനെ പിടിച്ചിട്ട് UCL കളിപ്പിക്കും. നമ്മളിതിന്റെ മുന്നേ ഈ സാധനം ഇറക്കിയ എഗോർ ട്യൂഡറിനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അറ്റ്ലാന്റ കളിക്കും. എങ്ങനെയും ആദ്യത്തെ ഒരു 10 മിനിറ്റിൽ ഇവനെ കൊണ്ട് പേടിപ്പിച്ച് കിട്ടിയാൽ 2-3 ഗോൾ അടിച്ചു കിട്ടുന്നുള്ളത്. പക്ഷെ അപ്പോഴും 5 ഗോൾ ലീഡ് ഉള്ളത് കൊണ്ട് ഒറ്റ കാരണം കൊണ്ട് അതെങ്ങാനും 2-1 ഫസ്റ്റത്തിലേക്ക് തീർന്നിരുന്നെങ്കിൽ ബയേൺ പെട്ടേനെ.
16 വയസ്സുള്ള ചെക്കൻ ആദ്യമായിട്ട് UCL ആ ചെക്കൻ ബെഞ്ചിൽ വല്ല നേരെ ഹൈറ്റ് പോയിട്ട് പറ്റിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഗോൾ കിക്ക് സെന്റർ തന്നെ അടിച്ച് ഉള്ളിലാക്കാൻ പോകുന്നുണ്ട്. എന്ത് ആവശ്യത്തിന് height height ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ 16 രക്ഷപ്പെട്ടു. വയസ്സ്. അവനെ ഏത് കോർണറിൽ ഒരു ബുള്ളി ചെയ്യും എല്ലാം കൂടി. ശരാ അറ്റ്ലാന്റി അല്ലേ, അത്രയൊന്നും പറ്റുണ്ടാവില്ല. ആർസണലൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോ ആ ഒരു കോർണർ കഴിയുമ്പോ പിന്നെ അവനെ കാണാൻ തന്നെ പറ്റുണ്ടാവില്ല. അതില് ഇവർക്ക് ഇങ്ങനെ മറ്റേ റഗ്ബിയിലോ അല്ല മറ്റേ റഗ്ബിയിലൊക്കെ പിടിക്കുന്ന പോലെ ഇങ്ങനെ കാല് പിടിച്ച് തൂക്കിയാ പോരെ, മേലെ തന്നെ കളക്ട് ചെയ്താൽ മതി ബോള്. ആ പരിപാടി ട്രൈ ചെയ്യുന്ന That would be a എന്തും good game, but സംഭവിക്കാം. Arsenal home. വലിയ കാര്യമൊന്നുമില്ല. എന്തും സംഭവിക്കാം. കാരണം എനിക്ക് ഒരു ലെവർകൂസൻ ഹോപ്പ് എന്ന് പറയുന്നത് ഗ്രിമാൾഡോയുടെ സെറ്റ് പീസ് ആണ്. ഇഫ് ദേ ഗെറ്റ് ഇൻ ഗുഡ് ഏരിയാസ് അവൻ അടിച്ചു ഉള്ളിലാക്കും ഏത് ഗോൾ കീപ്പർ ആയാലും ശരി. ആ ടെക്നിക്കിനെ സോബോസലൈനെക്കാട്ടിലും ഭയങ്കര ഈ നക്കിൾ ബോളൊക്കെ പറയില്ലേ, പെർഫെക്റ്റ് ആണ്. ആർസണൽ ഷുഡ് ഡെഫിനറ്റ്ലി വറി അബൌട്ട് ഗ്രിമാൾഡോസ് ഫ്രീ കിക്ക്. അവന്മാർ എങ്ങനെയെങ്കിലും അവിടെ വീഴാൻ നോക്കും, ഉറപ്പാണ്. ഈ കളി ചിലപ്പോൾ പെനാൽറ്റി പോകാൻ ചാൻസ് ഉണ്ട്. അത് ഗണേശ് പറഞ്ഞ നല്ല രസമുള്ള ഒരു കാര്യം. കാരണം ഈ റയക്ക് ലോങ് റേഞ്ച് ഷോട്ടുകളൊക്കെ മിക്കവാറും പ്രശ്നം വരാറുണ്ട്. മിക്കവാറും ഒക്കെ അധികം ആൾക്കാർ അത് എടുക്കണ നമ്മള് കണ്ടു. ഹി വിൽ ഗെറ്റ് എ സം 50% or 60% ചാൻസ് ടു സേവ് ഇറ്റ്. ഇത് അങ്ങനെയൊന്നും കിട്ടില്ല. ആളെ അട്ടിക്കുകയാണെങ്കിൽ നോക്കി നിൽക്കാനേ പറ്റൂ. അമ്മാതിരി അടിയായിരിക്കും. ഇപ്പോ അല്ല, ലെവർകൂസിന്റെ ഒരു കാര്യം കൂടി, ഈ ബയേൺ ആയിട്ടുള്ള ഈ കഴിഞ്ഞ ദിവസത്തെ ഗെയിം വീക്കില് നല്ല മാച്ച് ആയിരുന്നു. അവര് 1-1 ഡ്രോ പിടിച്ചു. ബയേൺ നല്ല ഒരു മൊമെന്റത്തിലാണ് അവര് ഉള്ളത്. അറിയാം നമുക്ക് എന്തായാലും. PSG ചെൽസി ആ 2 ഗോൾ ടൈറ്റ് ഗെയിം ആയേനെ. ബട്ട് സ്റ്റിൽ റീസ് ജെയിംസ് ഒക്കെ ഇഞ്ചുറി ആയി. ഇനിയിപ്പോ മാലോഗസ്റ്റോ ആയിരിക്കും നടുക്ക് കളിക്കുക, അല്ലെങ്കിൽ സൈസീഡോ കളിക്കുകയായിരിക്കും. ഐ ഡോണ്ട് തിങ്ക് ദേ വിൽ വിൻ. ഈ ന്യൂകാസലിന്റെ കൂടെ പെർഫോമൻസ് കണ്ടിട്ട് അത് കണ്ടിട്ട് ജയിക്കുമെന്ന് അറിയില്ല. 3-2 ആണെങ്കിൽ വല്ല നോക്കായിരുന്നു. 2-0 PSG ജയിക്കുമായിരിക്കും. ബോഡോ സ്പോർട്ടിംഗ്, ഐ തിങ്ക് ബോഡോ ഹാസ് ദ ചാൻസ് ടു വിൻ. 3-0 ലീഡ് ആണ്, അതും പ്രതീക്ഷയില്ല. മെഡ്രിഡ് സിറ്റി ജയിക്കും. സിറ്റിനെ കൊണ്ടാവൂല. പെപ് ഗാർഡിയോളൊക്കെ ഉണ്ടല്ലോ, ആർബലവനെ ഔട്ട് പെർഫോം ചെയ്യുന്നൊക്കെ വിചാരിച്ചു. എവിടെ 3 വിങ്ങറിനെ ഹാലൻഡിന്റെ ബാക്കിലും കൊണ്ടുവച്ചിട്ട്. എംബാപ്പെ കളിക്കുവോ? ഗെറ്റിംഗ് റെഡി ഫോർ സിറ്റി എന്നൊക്കെ പറഞ്ഞു. ആവശ്യമില്ല. അല്ല, പെപ്പിനൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോ സിറ്റി മര്യാദ കളിച്ചാലോ. 4 ഗോൾസ് വേണ്ടേ? നമ്മള് 4-3 ബാഴ്സലോണനെ പൊട്ടിക്കുമ്പോ പെപ്പിനൊക്കെ ഉണ്ടായിരുന്നില്ലേ? അപ്പോ 2 പെപ്പും ചേർന്ന് അത് കളിപ്പിക്കാൻ പറ്റില്ലേ? അല്ലേ സുദീപേ? ആള് പറഞ്ഞു, ഐ വിൽ ബി വെരി ഹാപ്പി ഇഫ് യു സ്കോർ 3 goals or 2 goals inside the 20 minutes എന്ന് ഗാർഡിയോള പറഞ്ഞു കേട്ടു. കഴിഞ്ഞ വീഡിയോയില് ടാഗ് ചെയ്തുകൊണ്ട് പറയുന്ന ഗണേശ, ഒന്നും പറയാൻ പറ്റൂല. ഇങ്ങനെ കളിയാക്കിട്ട് ദിവസം സ്ലോട്ട് മറ്റേ ഹ്യൂസ് കൊണ്ടുപോയിട്ട് സ്ലോട്ടിന് പകരം പെപ്പിനെ കൊണ്ട് നിർത്തുണ്ടാ. FSGക്ക് പെരുത്ത് ഇഷ്ടമാണ്. അയാളൊന്നും വരില്ല. ആ ലെവലിലേക്ക് നമ്മൾ താഴില്ല. പിന്നെ ആദ്യം വന്നത് കുറെ പ്രൈസ് ചെയ്തു. ഹീസ് ഗിവിംഗ് ലോട്ട് ഓഫ് ഇൻപുട്സ്, അത് ഇതെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഒരു വാക്ക് പോലും പറയുന്നില്ലല്ലോ പെപ് ഗാർഡിയോള. അയാളുടെ തനി ഗുണം മനസ്സിലായിണ്ടാവും. കളി ജയിക്കും. വെസ്റ്റ് ഹാമിന്റെ കൂടെ ഡ്രോ ആയി. ഫുൾ ആൾക്കാർ ഫയർ പവർ ഫ്രണ്ട് ഫോറിനെ ഇറക്കി വിട്ടിട്ട് ഇയാളുടെ 4-2-2 ക്ലോപ്പിന്റെ കരിയർ സേവ് ചെയ്ത ആളാ. ക്ലോപ്പിന്റെ കരിയർ സേവ് ചെയ്തതാണ് പെപ്പിൻ ലിൻഡേഴ്സ്. ഇനിയും പെപ്പിന്റെ അന്തകനായിട്ട് ഒരു ലോകത്ത് ഒരു പെപ്പ് മതി എന്ന് പറഞ്ഞാൽ മാച്ച് എന്തായാലും നല്ല എന്റർടൈനിങ് മാച്ച് ആയിരിക്കും. സിറ്റിക്ക് എന്തായാലും 3 ഗോൾ അടിക്കണം. അവർ അറ്റാക്ക് ചെയ്ത് കളിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഹാലൻഡ് ഒക്കെ അവസ്ഥ വെച്ചിട്ട് അറിയില്ല. ആരാ അലക്സാണ്ടർ അർണോൾഡ് സ്റ്റാർട്ട് ചെയ്താലും
ട്രെൻഡ് മനസ്സിലാക്കിയാൽ ചിലപ്പോ ജയിക്കാൻ സാധ്യതയുണ്ട്. അല്ല ബൂയിങ് ഉണ്ടാവും. എവിടുന്നാണെന്നല്ലേ അറിയാത്തുള്ളൂ. സിറ്റി ആണോ റയലാണോ ബൂ ചെയ്യുന്ന അറിയില്ല. ആരവസ്ഥയിലാണല്ലോ ഇപ്പൊ. I think it'll be a 2-2 draw. Unnecessary result എന്തായാലും. ഷെഡ്യൂള് വരുന്നതേ ആദ്യം ബോർഡോന്റെ മാച്ചാണ് നാളെ അല്ലെ വരുന്നത്. അത് നമുക്ക് കഴിഞ്ഞ തവണ മിസ്സായ. എന്റെ പ്രഡിക്ഷൻ സിറ്റി മൈറ്റ് വിൻ ദ ഗെയിം ബട്ട് നോട്ട് ഓൺ അഗ്രിഗേറ്റ്. സിറ്റി ജയിക്കും, പക്ഷെ മൊത്തം ആഡ് ചെയ്ത് വരുമ്പോ മാഡ്രിഡ് ജയിക്കും. ക്ലീൻ ഷീറ്റൊന്നും നടക്കില്ല അവന്മാരുടെ അടുത്ത്. Okay, I think video has been too long. We'll wrap. 30 minutes വന്നിട്ടുള്ളൂ. കുഴപ്പമൊന്നുമില്ല. ഈ വീഡിയോ 2 വീഡിയോ ആയിട്ടാണ് കേട്ടെ അല്ലേ? അപ്പൊ അത് കാരണം കുഴപ്പമില്ല. ഗണേശൻ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ഹാപ്പി ആയിട്ടായിരിക്കും വരുന്നത്. ഗാലറ്റാസറെ സ്ലോട്ട് മാസ്റ്റർ ക്ലാസ് എന്നൊക്കെ സുദീപ് പറയും. ബാക്കി ലോട്ട് ഓഫ് ഗുഡ് മാച്ചസ്. ഇംഗ്ലീഷ് ടീംസ് ആർസണൽ ആയിരിക്കും കയറി പോകുന്നത്. ലിവർപൂൾ ഹാവ് എ ചാൻസ്. സിറ്റി ആൻഡ് ചെൽസി, ന്യൂകാസിൽ ഐ ഡോണ്ട് തിങ്ക് സോ. എനിവേ ലെറ്റ്സ് സീ. അപ്പോ ഇനി നമ്മള് തേഴ്സ്ഡേ വരാം അല്ലെ? തേഴ്സ്ഡേ അത് കഴിഞ്ഞ് നമ്മുടെ മാച്ച് എന്നാ പറഞ്ഞേ? അത് കഴിഞ്ഞിട്ട് മറ്റേ അടുത്ത പ്രസ് കോൺഫറൻസിൽ PSG നെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ലിവർപൂൾ ജയിക്കണം. ഇതിപ്പോ ആ ആത്മാവിന് ശാന്തി ലഭിക്കാൻ വേണ്ടിയെങ്കിലും തമ്പുരാൻ ഉത്സവം നടത്തണം എന്ന് പറഞ്ഞ പോലെ എല്ലാ മാച്ചിലും PSG നെ കുറിച്ച് പറയുന്നത്. അതെ, തേഴ്സ്ഡേ പറയണം. എന്തായാലും സാറ്റർഡേ ആണ് നമ്മുടെ അടുത്ത മാച്ച് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അതും ഏർലി കിക്ക് ഓഫ് 6 മണിക്കാണ് ശനിയാഴ്ച. ശനിയാഴ്ച 6 മണിക്ക് ക്ലാഷ് വരുന്നുണ്ട്. പാരീസ് റൂബയാണ് സൈക്ലിംഗ്. പാരീസ് റൂബെ, വാൻഡർപോൾ വേഴ്സസ് പൊഗാച്ചാർ. നല്ല കിടിലൻ റേസ് ആയിരിക്കും. അതിന്റെ എൻഡിങ് കാണാം നമ്മുടെ മാച്ച് കഴിയും. സുദീപിന്റെ സൈക്ലിംഗ് നിങ്ങൾ നേരത്തെ സൈക്ലിംഗ് ഗെയിം ഉണ്ടോ? നമ്മളെ മാച്ച് ഒക്കെ അവിടെ നടന്നോളും. സൈക്ലിംഗ് ഉണ്ടോ? അല്ല, എൻഡിങ് കാണാൻ പറ്റും. നമ്മുടെ മാച്ച് അപ്പോഴേക്കും കഴിയും. ക്രൂഷ്യൽ സ്റ്റേജിൽ നമ്മുടെ മാച്ച്. അപ്പുറത്ത് വാൻഡർപോയിൽ സൈക്കിൾ ഓടിക്കുന്നു, ഇപ്പുറത്ത് സ്ലോട്ട് സൈക്കിൾ ഓടിക്കുന്നു. എല്ലാം സൈക്ലോഡിക്കൽ മൂവ്. അതന്നെ. On that note, let's wrap. Yes, we will be back on Thursday with a winning note, hopefully. ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ കഴിഞ്ഞ മാച്ച് ഇതിന്റെ ലൈവിന്റെ സമയത്താ പറഞ്ഞിരുന്നത്. നമ്മുടെ ഇപ്പോ 4 പേര് നമ്മളിവിടെ കാണുന്നുണ്ട്. ഒരേ മുഖങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പൊ കാണുന്നത്. നമുക്ക് ഇനിയും കൂടുതൽ ആൾക്കാര് നമ്മള് ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ട്. നമ്മളിപ്പോ അന്ന് പറഞ്ഞു നമ്മള് ലിവർപൂൾ ഫാൻസിൽ സംസാരിക്കാനുള്ളൊരു വേദിയായിട്ട് നമ്മൾ തുടങ്ങിയതാ. നമ്മൾ വാട്സപ്പിൽ സംസാരിക്കുന്ന പോലെ നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുന്നു. നമ്മൾ അതിന്റെ പല അഭിപ്രായങ്ങൾ നമ്മളിവിടെ പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കും ചാൻസ് ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ ഒരുമിച്ചിരുന്ന് നമ്മൾക്ക് വേണ്ടി തന്നെ, നമ്മുടെ ഫാൻസിന് വേണ്ടി നിങ്ങൾക്ക് സംസാരിക്കാം. അപ്പൊ അതിന് നമ്മൾ ഓപ്പൺ ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കുക. എനിക്കോ ക്രിസ്റ്റിനോ ഗണേശിനോ ഓബിനോ ആരാണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം അവർക്ക് മെസ്സേജ് അയച്ചാൽ മതി. എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. ഡേറ്റിംഗ് പ്രൊഫൈലോ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാൻ ലിവർപൂൾ മിഡ്ഫീൽഡ് പോലെ നമ്മളെ 4 ഇറങ്ങി അപ്പോ നെക്സ്റ്റ് വീഡിയോ. Yeah, of course. Bye.